Good morning dear students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സോഷ്യൽ ചാപ്റ്ററിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യം കൂടിയും അതിന്റെ എക്സസൈസും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പേജ് നമ്പർ 257 അതിനകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോയിൽ ഇറോഷനും സോയിൽ കൺസർവേഷനും ആണ്. കേട്ടോ, സോയിൽ ഇറോഷൻ നോക്കിയേ. The process of carrying away of the fertile layer of soil is called soil erosion. അതായത് നമ്മൾക്കറിയാം നമ്മളുടെ ഏറ്റവും ടോപ്പോസ്റ്റ് ലെയർ ആണ് സോയിൽ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പൊ ആ മുകളിലുള്ള എന്താണ് ഫെർട്ടൈൽ ലെയർ, അതായത് ഫലപുഷ്ടിയുള്ള ആ ഒരു മണ്ണ് എന്ത് ചെയ്യുന്നു, ഒലിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. The topmost fertile layer of the soil is carried away by the natural agents like air, water, etc. അതായത് പ്രധാനമായിട്ടും ഈ മണ്ണിന്റെ പ്രധാനപ്പെട്ട ഫലപുഷ്ടിയായിട്ടുള്ള ഈ മേൽമണ്ണ് നഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ തന്നെയായിട്ടുള്ള എന്തൊക്കെയാണ്, വാട്ടർ അല്ലെ വെള്ളവും അതുപോലെ എയർ കാറ്റുമാണ്. കാരണം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളത്തിനൊപ്പം എന്ത് ചെയ്യും, ഈ മുകളിലുള്ള നല്ല ഫലപുഷ്ടിയായിട്ടുള്ള ഈ മണ്ണ്, ഈ മേൽമണ്ണ് എന്ത് ചെയ്യും, ഒലിച്ചു പോകും. അപ്പം നമ്മുടെ മണ്ണിന്റെ എന്താണ് ആ മണ്ണൊലിപ്പ് അല്ലെ സോയിൽ ഇറോഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ കാറ്റ്, വലിയ കാറ്റ്, നല്ല കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം നല്ല രീതിയിൽ കാറ്റ് വരുമ്പോൾ പൊടി അടിച്ച് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിലൊക്കെ കയറും മണ്ണൊക്കെ അല്ലേ. അപ്പൊ അത്തരത്തിൽ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു നാച്ചുറൽ ഏജൻസ് ആയിട്ട് പ്രകൃതി വിഭവങ്ങളായിട്ട് തന്നെയുള്ള വെള്ളം അതുപോലെ തന്നെ ഈ കാറ്റ് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, ഫലപുഷ്ടിയായിട്ടുള്ള മേൽമണ്ണ് നഷ്ടപ്പെടും. അതാണ് സോയിൽ ഇറോഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. It makes the land infertile, turns the fertile soils into desert and leads to loss of crops. അല്ലേ, ഇത്തരത്തിൽ നല്ല ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണ് ഇങ്ങനെ നഷ്ടപ്പെട്ട് അവസാനം അത് എന്താവും, ഒരു ഡെസേർട്ട്, ഒരു മരുഭൂമി പോലെയായിട്ട് മാറും. അപ്പൊ നമുക്കറിയാം മരുഭൂമിയിലെ മണ്ണിന് പൊതുവെ എന്താണ്, ഡെസേർട്ട് സോയിലിന് എന്താണ് വെച്ചാൽ നോൺ ഫെർട്ടൈൽ ആണല്ലേ, അതായത് എന്താണ് ഇൻഫെർട്ടൈൽ, അതായത് മീൻസ് എന്താണ് ഫലപുഷ്ടി കുറവാണ് അല്ലേ. അപ്പൊ അവിടെ എന്താണ് ഈ പറഞ്ഞ ക്രോപ്സ് വിളകളൊന്നും നന്നായിട്ട് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ ചെടികൾ വളരുകയൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഈ ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണിങ്ങനെ നഷ്ടപ്പെട്ട് ഈ പറയുന്ന വെള്ളത്തിനോടൊപ്പം കാറ്റിനോടൊപ്പം ഈ മണ്ണൊക്കെ മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു മരുഭൂമി പോലെ ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ കാര്യങ്ങൾ, അതായത് കൃഷികളൊന്നും ചെയ്യാനായിട്ടുള്ള ഇതൊന്നും നടക്കത്തില്ല. സോയിൽ ഇറോഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. പ്രധാനമായിട്ടും ഈ സോയിൽ ഇറോഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ അവിടെ പറയുന്നത് ബൈ കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് ഫോറസ്റ്റ് അല്ലെ. നമ്മൾ മരങ്ങളും അതുപോലെ കാടും ഒക്കെ വെട്ടി നശിപ്പിക്കുന്നത് ഈ സോയിൽ ഇറോഷന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ചെടികളൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വേരുകൾ എന്ത് ചെയ്യും, മണ്ണിൽ ഉറച്ചു നിൽക്കും അല്ലെ. ഇങ്ങനെ മണ്ണിൽ ഈ വേരുകൾ ഉറച്ചു നിൽക്കുമ്പോൾ ആ വേരുകൾ എന്ത് ചെയ്യും, ആ ചുറ്റുമുള്ള മണ്ണിനെയും നന്നായിട്ട് എന്ത് ചെയ്യും, പിടിച്ച് ബലത്തിൽ നിർത്തും. അപ്പം ഈ കാറ്റും അതുപോലെ വെള്ളമൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മണ്ണ് എന്ത് ചെയ്യില്ല, ഒലിച്ചങ്ങ് പോത്തില്ല. സെക്കൻഡ് ബൈ ഓവർ ഗ്രാസിംഗ് ദ ഫീൽഡ് അല്ലെ. അതായത് എന്താണ് ഓവർ ഗ്രാസിംഗ് ദ ഫീൽഡ്, അമിതമായിട്ട് ഈ വയലുകളൊക്കെ എന്ത് ചെയ്യും, വെട്ടി നശിപ്പിക്കുക അല്ലെ. വെട്ടി വയലുകളൊക്കെ നികത്തി അവിടെ വലിയ വലിയ ഫ്ലാറ്റും വീടുകളൊക്കെ വെക്കും. അപ്പം ഇത്തരത്തിൽ ഈ വയലുകളൊക്കെ നികത്തുന്നതും ഈ മണ്ണൊലിപ്പിനൊരു കാരണമാണ്. പിന്നെ പറയുന്നത് ബൈ ഫോൾട്ട് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അല്ലെ. അതായത് തെറ്റായിട്ടുള്ള കൃഷി രീതി അല്ലെ. ആളുകൾ എന്ത് ചെയ്യും, കൃഷി പെട്ടെന്ന് കൃഷി നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്താണ് മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുകയും പിന്നെ തെറ്റായിട്ടുള്ള കൃഷി രീതികൾ ഓരോന്നും കൊണ്ടും എന്ത് ചെയ്യും, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും, മണ്ണൊലിപ്പും ഉണ്ടാവും. 3 കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബൈ കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് ഫോറസ്റ്റ്, ബൈ ഓവർ ഗ്രാസിംഗ് ദ ഫീൽഡ്സ്, ബൈ ഫോൾട്ടി അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഓക്കെ, ഇനി പറയുന്നത് സോയിൽ കൺസർവേഷൻ ആണ്. നമുക്ക് എങ്ങനെയൊക്കെ മണ്ണിനെ സംരക്ഷിക്കാം അല്ലെ. The process of preserving the soil from getting carried away is called soil conservation. അതായത് മണ്ണ് ഒഴുകി പോകാതെ ഈ പറയുന്ന വെള്ളത്തിനോടൊപ്പം അല്ലെങ്കിൽ കാറ്റിനോടൊപ്പം ഒക്കെ മണ്ണ് നഷ്ടപ്പെടാതെ മണ്ണിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇത് സോയിൽ കൺസർവേഷൻ അല്ലെങ്കിൽ മണ്ണ് സംരക്ഷണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് the process of preserving the soil from getting carried away is called soil conservation. നമ്മൾ മണ്ണിനെ എന്താണ് ഇത്തരത്തിൽ നഷ്ടപ്പെടാതെ നല്ല ഫലപുഷ്ടിയുള്ള മേൽമണ്ണ് ഒലിച്ചു പോകാതെ ആ മണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് സോയിൽ കൺസർവേഷൻ അല്ലെങ്കിൽ മണ്ണ് സംരക്ഷണം എന്ന് പറയുന്നത്. The following are the
സ്റ്റെപ്സ് ടു കൺസേർവ് സോയിൽ. നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതികൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഇത്തരം സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, we should plant trees and grass on flat open lands, the roots of which bind the soil particles firmly together and can make the soil conserved. അല്ലെ, അതായത് പരന്ന അല്ലെ പ്ലാന്റ് ട്രീസ് അല്ലെ പരന്ന പ്ലാന്റ് ട്രീസ് ആൻഡ് ഗ്രാസ് ഓൺ എ ഫ്ലാറ്റ് ഓപ്പൺ ലാൻഡ്സ് അല്ലെ തുറസായ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഒരുപാട് മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ എന്ത് ചെയ്യുക? വെച്ച് പിടിപ്പിക്കുക. which bring the soil particles firmly together and can make the soil conserved. അല്ലെ, അപ്പൊ ഇത്തരത്തിലുള്ള ഈ ചെടികളുടെയും അതുപോലെ മരങ്ങളുടെ ഒക്കെ വേരുകൾ ഈ മണ്ണിന്റെ കണങ്ങളെ അല്ലെ പാർട്ടിക്കിൾസ് മണ്ണിനെ എന്ത് ചെയ്യും? ദൃഢമായിട്ട് ഉറപ്പിച്ച് എന്ത് ചെയ്യും? പിടിച്ചു നിർത്തുക. അപ്പൊ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, മണ്ണിങ്ങനെ ഒളിച്ചു പോകുന്നത് നടക്കുന്നില്ല. അപ്പൊ മണ്ണ് നമുക്ക് അങ്ങനെ സംരക്ഷിക്കാം. സെക്കൻഡ് പറയുന്നത് ബൈ കൺട്രോളിങ് ഗ്രാസിംഗ് വി ക്യാൻ കൺസേർവ് ദ സോയിൽ. അല്ലെ, അതായത് മേച്ചിൽ പുറങ്ങൾ, അതായത് എന്താണ്, നമ്മളിങ്ങനെ ഉള്ള പുല്ലെല്ലാം റോഡരികിലും ഒക്കെ നിൽക്കുന്നത് വഴി വെട്ടി തെളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ അതങ്ങനെ ഫുള്ള് നമ്മൾ ആ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് മേച്ചിൽ പുറങ്ങൾ പുല്ലുകളായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ റോഡും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നോക്കുക. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു സംരക്ഷണം കൊണ്ട് മണ്ണ് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഒലിച്ചു പോകില്ല. പിന്നെ ഇറ്റ് ക്യാൻ ബി കൺസേർവ്ഡ് ബൈ മേക്കിംഗ് ടെറസസ്. അല്ലെങ്കിൽ നമുക്ക് ടെറസസിൽ എന്ത് ചെയ്യാം? ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊരു ഭാഗമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയൊക്കെ നട്ടൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇറ്റ് ക്യാൻ ബി കൺസേർവ്ഡ് ബൈ മേക്കിംഗ് ഡാംസ് ആൻഡ് റിസർവിയേഴ്സ് അക്രോസ് റിവർ. അല്ലെ, അതായത് എന്താ നമ്മൾ വലിയ നദികൾക്കും ഒക്കെ കുറുകെ ഡാം ഒക്കെ കെട്ടാം. അപ്പം ഈ നദികളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എന്താണ് വെള്ളത്തിനൊക്കെ ഒലിച്ചു പോകും. അപ്പൊ ഡാം ഒക്കെ കെട്ടുമ്പോൾ ഈ മണ്ണൊക്കെ വന്ന് അവിടെ ഇങ്ങനെ നിന്ന് അങ്ങനെ ഡാമും അതുപോലെ തന്നെ അണക്കെട്ടുകളും ജലസ്രോതസ്സുകളും ജലസംഭരണികളും ഒക്കെ ഈ നദികൾക്ക് കുറുകെ എന്ത് ചെയ്യുക? കെട്ടുക. ഇങ്ങനെയൊക്കെ നമുക്ക് സോയിൽ കൺസർവേഷൻ നടത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ ഒരു ചാപ്റ്റർ അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് സോയിൽ ഇറോഷനും സോയിൽ കൺസർവേഷനും ആണ് പഠിച്ചത്. മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ മണ്ണ് സംരക്ഷിക്കാനുള്ള മാർഗം. ഇത്രയാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തുള്ള എക്സസൈസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങളൊന്ന് എടുത്തേ പേജ് നമ്പർ 258, തൊട്ടപ്പുറമുള്ള പേജ് തന്നെയാണ്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ആണ്. അവിടെ ഒരു 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർക്കിഡ്, സെക്കൻഡ് ഹ്യൂമസ്, തേർഡ് ടെറസസ്, ദെൻ ഫെർട്ടിലൈസേഴ്സ്. അതിലാദ്യം പറയുന്ന ഓർക്കിഡ് മീൻസ് എന്താണ്? തോട്ടം അല്ലെ. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന നമ്മുടെ വീട്ടിലൊക്കെ അതിന് തോട്ടമൊക്കെ ഉള്ള അല്ലെ, നമ്മൾ പ്രത്യേകം കൃഷി ചെയ്യുന്ന ഭാഗം. അപ്പൊ അതാണ് നോക്കിയേ, ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. A piece of land on which fruit trees are grown. This type of soil is found in hilly areas of Assam. അല്ലെ, അതായത് എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള എന്താണ് ഫലവൃക്ഷങ്ങൾ. ഫലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടുന്ന അല്ലെ, ഇപ്പം ഓറഞ്ച് കൃഷി, ആപ്പിൾ കൃഷി, അതിൽ മുന്തിരി, അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങൾ അല്ലെ, ഫലം തരുന്ന വൃക്ഷങ്ങൾ പ്രത്യേകമായിട്ട് കൃഷി ചെയ്യുന്ന തോട്ടം അല്ലെ, അതിനെയാണ് നമ്മൾ ഓർക്കിഡ് എന്ന് പറയുന്നത്. This type of soil is found in hilly areas of Assam. ഇത്തരത്തില് ഈ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണ്ണ് അല്ലെ, അതിന് പ്രത്യേക രീതിയിലുള്ള മണ്ണുണ്ട്. എല്ലാ മണ്ണിലും അതൊന്നും വളരത്തില്ല അല്ലെ. അപ്പൊ അത്തരത്തില് ഉള്ള മണ്ണെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഉയർന്ന കുന്നു പ്രദേശങ്ങൾ പോലുള്ള ആസാം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന കുന്നു പ്രദേശങ്ങൾ പോലുള്ള ഭാഗത്താണ് ഈ ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യാനായിട്ടുള്ള അതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണ് കാണുന്നത്. ഫസ്റ്റ് ഓർക്കിഡ് ആണ്. A piece of land on which fruit trees are grown. This type of soil is found in hilly areas of Assam. Then second പറയുന്നത് ഹ്യൂമസ് അല്ലെ. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം മണ്ണിന്റെയൊക്കെ ഫലപുഷ്ടിയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ എന്താണ് നോക്കിയേ, ഹ്യൂമസ് ഈസ് എ ഫെർട്ടൈൽ സബ്സ്റ്റൻസ് which is the rotten part of a dead plant or animal. It makes the soil more fertile. അതായത് ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫലപുഷ്ടിയായിട്ടുള്ള ഒരു പദാർത്ഥമാണ് അല്ലെ. അതായത് വളരെയധികം മണ്ണിന് ഫലപുഷ്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി മണ്ണിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥം.
which is the rotten part of a dead plant or animal. അതായത് പ്ലാന്റ്സ്, ഡെഡ് പ്ലാന്റ്സ് അല്ലേ, മരങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇലയും തടികളും ഒക്കെ, അങ്ങനെയുള്ള മരത്തിന്റെ അവശിഷ്ടങ്ങളും, അതുപോലെ ഡെഡ് ആനിമൽസ് അല്ലേ, അതായത് ജീവനില്ലാത്ത ജീവികളുടെ ശരീരമൊക്കെ മണ്ണിൽ കിടന്ന് കുറേ നാളുകൊണ്ട് അഴുകി അതിൻ്റെയും മണ്ണിൽ അലിഞ്ഞു ചേരുന്നിട്ട് അത്തരത്തിൽ മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കും. അങ്ങനെയുള്ളതാണ് ഈ ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ദ സോയിൽ മോർ ഫെർട്ടൈൽ. ഈ ഹ്യൂമസ് എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി വളരെയധികം വർദ്ധിപ്പിക്കും. ഓക്കെ, ദെൻ തേർഡ്, ടെറസസ്. എന്താണ്? Terraces are having steps cut out a hill so that crops could be grown here. അല്ലേ, അതായത് കുന്ന പ്രദേശങ്ങളിലൊക്കെ നമുക്കറിയാം തട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നതെന്ന് പറയുന്നത്. ഹിൽ സ്റ്റേഷൻസ് പോലുള്ളത് കുന്ന പ്രദേശങ്ങളിൽ അല്ലേ, നമുക്കറിയാം ആസാമിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ തേയിലയൊക്കെ കൃഷി ചെയ്യുന്നതല്ലേ തട്ടായിട്ടാണ് കൃഷി, തട്ടായിട്ട് ടെറസ് ഫാമിംഗ് എന്ന് പറയും അല്ലെ, തട്ട് കൃഷി ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്തരത്തില് എന്താണ് ടെറസ് ഹാവിംഗ് സ്റ്റെപ്സ് കട്ട് ഔട്ട് എ ഹിൽ അല്ലെ, മലയോര പ്രദേശങ്ങളിൽ ഭൂമി എന്താണ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തട്ടായിട്ട് വെക്കും. സോ ദാറ്റ് ക്രോപ്സ് കുഡ് ബി ഗ്രോൺ ദെയർ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളകൾ എന്ത് ചെയ്ത് കൃഷി ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് അല്ലെ, രാസവളങ്ങൾ. A chemical or natural substance added to increase soil fertility and make it more productive. അതായത് നമ്മൾ എന്താണ് മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താനും അല്ലെങ്കിൽ കൃഷി ഇനങ്ങൾ വളരെ പെട്ടെന്ന് എന്താണ് വലിയ രീതിയിൽ വിളകൾ ഉണ്ടാവാനും അത് പെട്ടെന്ന് പാകമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എനി കെമിക്കൽ പ്രോഡക്ട്സ്, എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ സബ്സ്റ്റൻസ് അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പൊ കീടനാശിനികളിൽ തന്നെ രാസവളങ്ങളുണ്ട് അല്ലെ, അതുപോലെ ജൈവവളങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നാച്ചുറൽ സബ്സ്റ്റൻസ് ആണെങ്കിലും നമ്മൾ എന്തിനാണ് ഇൻക്രീസിങ് ഫെർട്ടിലിറ്റി അല്ലെ, പെട്ടെന്ന് എല്ലാം പാകം അല്ലെങ്കിൽ കൃഷി വളരെ പെട്ടെന്ന് നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഓർക്കിഡ് ഉണ്ട്, ഹ്യൂമസ് ഉണ്ട്, ടെറസസ് ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി അത് ഒന്നുകൂടെ പറയാം. ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഈ പീസ് ഓഫ് ലാൻഡ് ഓൺ വിച്ച് ഫ്രൂട്ട് ട്രീസ് ആർ ഗ്രോൺ. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ ഹില്ലി ഏരിയാസ് ഓഫ് ആസാം. സെക്കൻഡ് ഹ്യൂമസ് ആണ്. ഹ്യൂമസ് ഈസ് എ ഫെർട്ടൈൽ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ദ റോട്ടൈൻ പാർട്ട് ഓഫ് എ ഡെഡ് പ്ലാന്റ് ഓർ ആനിമൽ. ഇറ്റ് മേക്സ് ദ സോയിൽ മോർ ഫെർട്ടൈൽ. ദെൻ തേർഡ് വൺ ടെറസ് ആണ്. Terraces are having steps cut out of a hill so that crops could be grown there. The last, fertilizers, a chemical or natural substance added to increase soil fertility and make it more productive. Okay. അപ്പോൾ അതിൻ്റെ കണ്ട് ടീച്ചർ ഈ കാണിച്ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ നോട്ട്ബുക്കിനകത്തോടെ എഴുതിയെടുക്കണേ. ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബി പറഞ്ഞിരിക്കുന്ന ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്തെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ടീച്ചർ നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു. ഇനി ബാക്കി ഒരു 2 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ സോയിൽ ഇറോഷൻ? റൈറ്റ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ സോയിൽ ഇറോഷനും. ദെൻ ലാസ്റ്റ്, വാട്ട് ഈസ് സോയിൽ കൺസർവേഷൻ? ഹൗ ക്യാൻ സോയിൽ ബി കൺസേർവ്ഡ്? ആ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും ഇതിൻ്റെ വീഡിയോയുടെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി എന്ത് ചെയ്യുക, നോട്ട്ബുക്കിന് ബാക്കി എഴുതിയിരിക്കുന്നതിൻ്റെ ആ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവാം കേട്ടോ. ദെൻ ഇനിയുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഗിവൻ ബിലോ. ഫിൽ അപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാക്ക് സോയിൽ ഈസ് വെരി ഗുഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ഡാഷ് അല്ലെ. കറുത്ത മണ്ണ് ഏതിനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എന്ത് കൃഷി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ യോജിച്ചത്? എന്തായിരുന്നു ബ്ലാക്ക് സോയിൽ? എന്താണ് ബ്ലാക്ക് സോയിൽ? ഈസ് ഓൾസോ നോൺ ആസ് എ ബ്ലാക്ക് കോട്ടൺ സോയിൽ അല്ലെ. അതായത് കറുത്ത മണ്ണ് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ് അറിയപ്പെടുന്നത്, നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ നിന്ന് തന്നെ അറിയാം എന്തിനായിരിക്കും ഗ്രോത്ത് ഓഫ് കോട്ടൺ അല്ലെ. കോട്ടൺ പരുത്തി കൃഷിക്കാണ് അനുയോജ്യം. അപ്പൊ അവിടെ ബ്രാക്കറ്റിലുണ്ട്, ഇവിടെ 4ാമത്തെ ഓപ്ഷനാണ് കോട്ടൺ, COTTON, കോട്ടൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് സോയിൽ ഈസ് എ ഡാഷ് പ്രോസസ് അല്ലെ. അതായത് മണ്ണ് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്ത് പ്രോസസ് ആണെന്ന് പറഞ്ഞു? ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ് അല്ലെ. വളരെ സ്ലോ ആയിട്ട് പതുക്കെയാണ് എന്ത് ഒരു ചെറിയ മണ്ണ് അല്ലെ, ചെറിയൊരു സോയിൽ പാർട്ടിക്കിൾ അല്ലെ, ചെറിയൊരു മണ്ണിന്റെ തരി ഉണ്ടാകുന്നത്. ഒരു വലിയ പാറ പൊടിഞ്ഞ്
ഒരു ചെറിയ മണ്ണിന്റെ പൊടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്ലോ പ്രോസസ്. അപ്പോൾ ആൻസർ സ്ലോ എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ, സ്ലോ പ്രോസസ്. Then third, very fine particles of soil is called dash. അല്ലെ മണ്ണിന്റെ ഏറ്റവും ചെറിയ കണങ്ങൾ വെരി ഫൈൻ ചെറിയ അല്ലെ എന്ത് പാർട്ടിക്കിൾസ് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ക്ലേ അല്ലെ കളിമണ്ണ് ക്ലേ എന്ന് പറഞ്ഞു. CLAY ക്ലേ. സെക്കൻഡ് ഓപ്ഷൻ. Then fourth one, dash is most fertile soil. മണ്ണ് നമ്മൾ 6 ടൈപ്പ് ഓഫ് സോയിൽസ് 6 ടൈപ്സ് ഓഫ് സോയിൽസ് ആണ് പഠിച്ചത്. അതായത് ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ സോയിൽ ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണ് ഏതാണെന്ന് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പറഞ്ഞതാണ്. എന്താണ്? അലൂവിയൽ സോയിൽ അല്ലേ? ALLUVIAL അലൂവിയൽ സോയിൽ SOIL തേർഡ് ഓപ്ഷൻ ആണ് അലൂവിയൽ സോയിൽ. Then fifth one, mountain soil is suitable for dash crops. അല്ലെ പർവ്വത മണ്ണ് എന്ന് പറയുന്നത് എന്ത് കൃഷി ചെയ്യുന്നതിനാണ് ഏറ്റവും എന്ത് തരം വിളകൾക്കാണ് നല്ലത്? ഓർക്കിഡ് അതായത് ഫലവൃക്ഷങ്ങൾ അല്ലെ പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യാനായിട്ടാണ് പർവ്വത മണ്ണ് ഏറ്റവും നല്ലത്. അവിടെ ആൻസർ ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെ ORCHARD നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോഴും പഠിച്ചു. ഓർക്കിഡ് തോട്ടങ്ങൾ അല്ലെ തോട്ടവിളകൾക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് മൗണ്ടെയിൻ സോയിൽ നല്ലതെന്ന് പഠിച്ചു. Then ഇനി അടുത്തത് റൈറ്റ് ട്രൂ ഓർ ഫാൾസ്. നോക്കിയേ ഫസ്റ്റ് വൺ, soil particles that are a little coarse is called silt. അല്ലെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു ടീച്ചർ അടയാളപ്പെടുത്താനൊക്കെ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു അല്ലെ സിൽറ്റ് എന്ന് പറയുന്നത് അല്ലെ. സിൽറ്റ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മളുടെ മണ്ണിന്റെ കണികകൾ അല്ലെ എന്താണ് ഇച്ചിരി പരിപരുത്ത കണികൾ കുറച്ച് പരിപരുത്ത മണ്ണിന്റെ കണികകളെയാണ് നമ്മൾ സിൽറ്റ് എന്ന് പഠിച്ചു അല്ലെ. സോയിൽ പാർട്ടിക്കിൾസ് അല്ലെ നമ്മൾ ആദ്യം പഠിച്ചു. soil particles are a little coarse, it is called silt. മണ്ണ് ചെറിയ പരിപരുത്ത തരികളായിട്ടാണെങ്കിൽ അതിനെ നമ്മൾ സിൽറ്റ് എന്ന് പഠിച്ചു അല്ലെ. നല്ല പരിപരുത്തതാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? മണൽ മണ്ണ് അല്ലെ സാൻഡ് ആണ് പഠിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? ശരിയാണ്. അപ്പൊ അവിടെ ആൻസർ ട്രൂ. Second question, soil formation is a fast process. നമ്മൾ കുറച്ച് മുന്നേ ഫില്ലപ്പിൽ പഠിച്ചതേ ഉള്ളൂ. soil formation is a very slow process എന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി ഇറ്റ് ഈസ് എ ഫാസ്റ്റ് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പെട്ടെന്നാണോ ഉണ്ടാവുന്നത്? അല്ല. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് തെറ്റല്ലേ? സോ ആൻസർ ഫാൾസ്. Then third question, red soil is black in color. അല്ലെ red soil പേരിൽ തന്നെയുണ്ട്. red soil is എന്ത് കളറാണ്? റെഡ് ഇൻ കളർ ആണ് അല്ലെ. ചുവന്ന മണ്ണെന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറമാണ് ഉള്ളത് അല്ലെ. ബിക്കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് എന്തൊക്കെയാണ്? ലൈം ആൻഡ് അയൺ അല്ലെ. ലൈമിന്റെയും അയണിന്റെയും പ്രസൻസ് കൊണ്ട് റെഡ് കളറിലാണ് റെഡ് സോയിൽ എന്ന് പഠിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് കളർ കാണുന്നതാണ്. ബ്ലാക്ക് കളർ കാണുന്നത് എന്ത് തരം സോയിലാണ്? ഇറ്റ്സ് എ ബ്ലാക്ക് സോയിൽ അല്ലെ. കറുത്ത മണ്ണാണ് കറുത്ത നിറത്തിൽ കാണുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സോ ആൻസർ ഫാൾസ്. Then fourth question, soil can be conserved by making dams across rivers. അല്ലെ നമ്മൾക്ക് മണ്ണ് സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഒരു കുറച്ച് സ്റ്റെപ്സ് പഠിച്ചതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു എന്താണ്? ജലസംഭരണികളും അതുപോലെ തന്നെ എന്താണ് ഡാമുകളും ഒക്കെ അണക്കെട്ടുകളും ഒക്കെ നദികളിലേക്ക് കുറുകെ കെട്ടണമെന്ന് പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോയിൽ ക്യാൻ ബി കൺസേർവ്ഡ് ബൈ മേക്കിംഗ് ഡാംസ് അക്രോസ് റിവർ അല്ലെ. നദികളുടെ കുറുകെ എന്ത് ചെയ്യുക? ഡാമുകൾ കെട്ടാനാണ്. ശരിയാണ് അല്ലെ. ആൻസർ എന്താണ്? ട്രൂ. ട്രൂ. The last, cutting down trees is a reason of soil erosion. മണ്ണൊലിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മരങ്ങളും കാടുകളും ഒക്കെ വെട്ടി നശിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അത് ശരിയല്ലേ? ശരിയാണ്. സോ ആൻസർ ട്രൂ. ട്രൂ. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. First question, soil particles that are a little coarse is called silt. Answer true. Second question, soil formation is a fast process. Answer false. Third question, red soil is black in color. Answer false. Then fourth, soil can be conserved making dam across rivers. Answer true. The last fifth question, cutting down trees is a reason of soil erosion. Answer true. Then ഇനിയുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. MCQ
അതായത് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അതിന് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അവിടെ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സോയിൽ പാർട്ടിക്കിൾസ് ആർ എ ലിറ്റിൽ കോഴ്സ് ഇറ്റ് ഈസ് കോൾഡ് സിൽറ്റ്. നമ്മളിതാണ് ഇപ്പം അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ, ട്രൂ ഓർ ഫാൾസ് അല്ലേ. മണ്ണിന്റെ ചെറിയ പരിവർത്തന തരികളെ സിൽറ്റ് എന്ന് പറയുന്നു അല്ലേ. അപ്പൊ അവിടെ ആൻസർ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ സിൽറ്റ്, SILT, സിൽറ്റ്. Then second, the most fertile soil is dash. അല്ലെ, നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ റെഡ് സോയിലും ഡിസേർട്ട് സോയിലും മൗണ്ടെയിൻ സോയിലും ആണ് തന്നിരിക്കുന്നത്. അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിലാണ്. തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും എന്താണ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് അവിടെ നമുക്കറിയാം, റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? soil is not so fertile but it becomes productive with the addition of fertilizers. അല്ലെ, നമ്മൾ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഫലപുഷ്ടി കൂട്ടാൻ വേണ്ടി പഠിച്ചു. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് അവിടെ ഡിസേർട്ട് സോയിൽ ആണ്. ഡിസേർട്ട് സോയിൽ നമുക്കറിയാം വലിയ ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണാണ്. പിന്നെ മൗണ്ടെയിൻ സോയിൽ നമ്മൾ പഠിച്ചു. മൗണ്ടെയിൻ സോയിൽ ഈസ് ഇമച്വർ ആൻഡ് ഓഫ് ലോ ഫെർട്ടിലിറ്റി. അല്ലെ, ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണെന്നാണ് അത് നമ്മൾ പഠിച്ചത്. നിങ്ങൾ അവിടെ അതെന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ നിങ്ങൾ അലൂവിയൽ സോയിൽ എന്നങ്ങ് എഴുതി ചേർക്കുക. നമ്മൾ പഠിച്ചു ഏറ്റവും കൂടുതൽ ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണ് അലൂവിയൽ സോയിലുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അവിടെ അതിനകത്ത് ഓപ്ഷൻസിനകത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട, അവിടെ ഫില്ല് ചെയ്യാനുള്ളത് അലൂവിയൽ സോയിൽ എന്നങ്ങ് എഴുതി ചേർത്തേക്കുക. Then third question, dash soil is black in color. എന്ത് സോയിലാണ്? ബ്ലാക്ക് സോയിൽ, മൂന്നാമത്തെ ഓപ്ഷൻ. Fourth question, we find desert soil in dash. അല്ലെ, ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് മണൽ മണ്ണ് കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? നമുക്കറിയാം എവിടെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് രാജസ്ഥാൻ. അത്രയായപ്പോൾ നമ്മളുടെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു അല്ലെ. അതായത് നമ്മൾ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു, എക്സസൈസ് ഫുള്ള് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. സോഷ്യലിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ അവർ വാട്ടർ വെൽ. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്റർ നോക്കി, അവർ വാട്ടർ വെൽ. ഓക്കെ, നോക്കൂ. The most important gift of nature to the earth is water. Life is not possible without water. Water is needed for drinking, bathing, washing clothes, cleaning utensils and cooking our food. Farmers need water to grow vegetation and crops. നമുക്കറിയാം, ഇതിപ്പം പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കറിയാം വെള്ളം എന്നുള്ളത് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ ടു ദ എർത്ത് ഈസ് വാട്ടർ. നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ, വെള്ളം എന്ന് പറയുന്നത്. ലൈഫ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് വാട്ടർ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? വെള്ളമില്ലാതെ ഒരിക്കലും പറ്റത്തില്ല അല്ലേ. കാര്യം നമുക്ക് എന്തായാലും ഒരു ദിവസം നമുക്ക് വെള്ളം കുടിക്കാനൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. വാട്ടർ ഈസ് നീഡഡ് ഫോർ ഡ്രിങ്കിങ്. നമുക്ക് എന്തിനൊക്കെയാണ് വെള്ളം വേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ഡ്രിങ്കിങ്, കുടിക്കാൻ വേണം. ബാത്തിങ്, കുളിക്കാൻ വേണം. വാഷിംഗ് ക്ലോത്ത്സ്, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണം. ക്ലീനിങ് യൂട്ടൻസിൽസ്, ഓരോ കാര്യങ്ങളും വൃത്തിയാക്കുന്നതിന് വേണം അല്ലയോ. പിന്നെന്താണ് പറയുന്നത്? ആൻഡ് കുക്കിംഗ് അവർ ഫുഡ്, നമ്മുടെ ആഹാരം പാചകം ചെയ്യാനും നമുക്ക് എന്ത് തന്നെ വേണം? വെള്ളം ആവശ്യമാണ് തന്നെ ആണ്. ഫാമേഴ്സ് നീഡ് വാട്ടർ ടു ഗ്രോ വെജിറ്റേഷൻ ആൻഡ് ക്രോപ്സ്. ഇനി ഫാമേഴ്സ്, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷി ഇനങ്ങൾ അല്ലെ, അവരുടെ വിളകളൊക്കെ നന്നായി വളരുന്നതിനും എന്ത് തന്നെ വേണം? വെള്ളം ആവശ്യം തന്നെയാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണെങ്കിലും എന്താണ് നമ്മൾക്ക് എന്താണ് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ദെൻ അടുത്തത് പറയുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ. ഈ വെള്ളം നമുക്ക് വരുന്ന വഴികൾ അല്ലെ, സോഴ്സസ്, എന്തിൽ നിന്നുമൊക്കെയാണ് നമുക്ക് വെള്ളം വരുന്നത്? നമുക്ക് അത് നന്നായിട്ട് അറിയാൻ തന്നെ പറ്റും. മഴ പെയ്യുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് എന്നുള്ളത് അല്ലയോ. വാട്ടർ കവേഴ്സ് അബൌട്ട് 3/4 ഓഫ് അവർ പ്ലാന്റ് സർഫസ്. നമ്മളുടെ ഭൂമിയുടെ ഏകദേശം 4/3 ഭാഗം എന്ത് തന്നെയാണ്? വെള്ളമാണ്. ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കരപ്രദേശം. ബാക്കി മുഴുവൻ എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്. Pond, lake, river, sea and ocean are the sources of water. അല്ലെ, പ്രധാനമായിട്ടും നമുക്ക് വെള്ളം കിട്ടുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പോണ്ട്, കുളങ്ങൾ, പിന്നെ ലേക്ക്, തടാകം,
then river നദികൾ, പിന്നെ sea സമുദ്രം, ocean അല്ലേ. എന്താണ് ഓഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, സമുദ്രം അല്ലെ. സീ എന്ന് പറഞ്ഞാൽ കടൽ, ഓഷൻ മീൻസ് എന്താണ് മഹാസമുദ്രം എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും സോഴ്സസിൽ നിന്നുമൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വെള്ളം കിട്ടുന്നത് അല്ലയോ. ദ മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ ഈസ് റെയിൻ. ഈ കുളങ്ങളും നദികളും ഒക്കെ നല്ല ചൂട് സമയമാകുമ്പോൾ വറ്റും അല്ലെ. ചിലപ്പോ മൊത്തത്തിൽ വറ്റി എന്താണ് നമുക്ക് അതിന്റെ ഒരിത്തിരി പോലും വെള്ളം ഇല്ലാത്ത രീതി വരെ വരും അല്ലെ. ആ ലേക്കും പോണ്ടും ഒക്കെ വീണ്ടും പഴയ അവസ്ഥയിലാവാൻ നിറച്ച് വെള്ളം വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്യണം അല്ലെ. അപ്പോൾ നമുക്കും പറയാം ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ഈസ് റെയിൻ. പ്രധാനപ്പെട്ട വെള്ളത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മഴ തന്നെയാണ് അല്ലയോ. വാട്ടർ ഈസ് ഓൾസോ പ്രസന്റ് അണ്ടർ ദ എർത്ത് സർഫസ് ആസ് ഗ്രൗണ്ട് വാട്ടർ. ഈ മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളം എന്താണ് ഭൂമിക്കടിയിലോട്ട് പോകും അല്ലെ. നമുക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് എന്താണ് വെള്ളം കുറേയൊക്കെ ഭൂമിക്കടിയിലോട്ട് പോകും. കുറേ ഒഴുകി പോവുകയൊക്കെ ചെയ്യും. ഒഴുകി പോകുന്നത് കുളത്തിലും അതുപോലെ എന്താണ് നമ്മുടെ ഈ തടാകത്തിലും സമുദ്രത്തിലും ഒക്കെ ചെയ്യും അല്ലെ. പിന്നെ എന്താണ് ഏറെക്കുറെ എന്ത് ചെയ്യും, നമ്മുടെ ഭൂമിക്കടിയിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ ഭൂമിക്കടിയിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് ഇത് ഭൂഗർഭ ജലം, അല്ലെങ്കിൽ എന്ത് പറയും ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയും അല്ലെ. ഭൂഗർഭ ജലം അല്ലെ. അങ്ങനെ മണ്ണിനടിയിൽ ഭൂമിക്കടിയിൽ വെള്ളമുള്ളത് കൊണ്ടല്ലേ നമ്മുടെ കിണറുകളിലൊക്കെ വെള്ളം, കിണർ കുഴിച്ച് കുറെ കുഴി എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം കാണും അല്ലെ. ഭൂമിക്കടിയിൽ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം, അതാണ് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭ ജലം എന്ന് പറയുന്നത്. ഇനി സ്കാർസിറ്റി ഓഫ് വാട്ടർ അല്ലെ. അതായത് എന്താ നോക്കിയേ, in spite of a large covering of water in our earth, we still have a water crisis in our village and cities. The reason behind these problems are, അതായത് നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യും, ഈ പറയുന്ന കുളങ്ങളിലും നദികളിലും ഒക്കെ എന്താണ് വെള്ളമുണ്ട്. പക്ഷെ നമുക്കതെല്ലാം നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കത്തില്ല. കാരണം എന്താണ് ഒരുവിധമൊക്കെ ഇപ്പം എന്താണ് വാട്ടർ പൊല്യൂഷൻ ഒക്കെയാണ്, എന്താ മലിനീകരണം ഒക്കെ വരും അല്ലേ. അപ്പോൾ അത് നോക്കി in type of a large covering of water in our earth. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ ഒരു എന്താണ് 3/4 ഭാഗവും വെള്ളം തന്നെയാണെന്ന് പറഞ്ഞു അല്ലെ. 4/3 ഭാഗം വെള്ളമാണെന്ന് പറഞ്ഞു. We still have a water crisis in our village and cities. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ വില്ലേജ്, നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ഏറെക്കുറെ എന്ത് ചെയ്യും, ജലത്തിന്റെ ദൗർലഭ്യം അല്ലെ, ജലക്ഷാമം ഉണ്ട്. The reasons behind these problems അല്ലെ, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, in seas and oceans the water is salty അല്ലെ. നമുക്കറിയാം കടലുകളുടെയും സമുദ്രങ്ങളിലെയും ഒക്കെ വെള്ളം എന്ന് പറയുന്നത് അതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും, സോൾട്ടി ടേസ്റ്റ് അല്ലെ, ഉപ്പ് രസമാണ് അല്ലെ. നമുക്ക് അത് എന്താണ് നമ്മുടെ വീട്ടിലെ വെള്ളം കുടിക്കുന്ന പോലെ നമുക്ക് കടലിലെ വെള്ളമൊക്കെ പോയി കുടിക്കാൻ പറ്റുമോ, ഇല്ല. കാരണം അതിനൊരു ഉപ്പ് രസമാണുള്ളത്. We cannot use salty water for drinking. നമുക്ക് ഒരിക്കലും കുടിക്കാൻ വേണ്ടി ഇത്ര ഉപ്പുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കത്തില്ല. Even farmers cannot use this water for their crops. കൃഷിക്കാർ അല്ലെ, ഫാമേഴ്സ് എന്തല്ല കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഉപ്പ് കലർന്ന വെള്ളം ഉപയോഗിക്കാറില്ല അല്ലെ. അപ്പം സമുദ്രത്തിലൊക്കെ ഇത്രയും വെള്ളമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഡയറക്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെക്കൻഡ്, സിൻസ് റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ. നമ്മൾ പറഞ്ഞു വെള്ളം നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താ, മഴ തന്നെയാണ്, റെയിൻ ആണ് അല്ലേ. We entirely depend upon it. നമ്മൾ എല്ലാവരും എന്താണ്, വെള്ളം ചൂടൊക്കെ ആയി കഴിയുമ്പോൾ വെള്ളത്തിന് ദൗർലഭ്യം അല്ലെ, ക്ഷാമം ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മൾ പറയും മഴ പെയ്തായിരുന്നെങ്കിൽ എന്ന് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും പറയാം അല്ലെ. അപ്പൊ നമ്മൾ എന്തായാലും എല്ലാവരും എന്താണ്, ഇൻഡയറക്ട്ലി ആണെങ്കിലും ഡയറക്ട്ലി ആണെങ്കിലും നമ്മൾ വെള്ളത്തിന് മഴയെ തന്നെ ആശ്രയിക്കണം. But in India it rains only for 2 or 3 months അല്ലേ. പക്ഷേ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, നമ്മുടെ ഒരു വർഷം എല്ലാ മാസവും മഴയാണോ, അല്ല. 2 or 3 അല്ലെങ്കിൽ അങ്ങ് പോയാൽ 4 അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാസങ്ങളിൽ മാത്രമേ നമുക്ക് മഴ കിട്ടാറുള്ളൂ. Also in most places it rains very late. ചില സ്ഥലങ്ങളിലാണെങ്കിൽ മഴയുടെ അളവ് വളരെയധികം കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ മഴയുടെ അളവ് വളരെ കുറവായിട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വെള്ളത്തിന് എന്ത് ചെയ്യും, ക്ഷാമം വരും അല്ലെ. വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും അല്ലേ. അടുത്തത് അറേഞ്ച്മെന്റ് ഓഫ് വാട്ടർ അല്ലെ. നമുക്ക് എങ്ങനെയൊക്കെ വാട്ടറിനെ അറേഞ്ച് ചെയ്യുക, നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് നോക്കി, so we should not solely depend on a rain
വാട്ടർ ഫോർ അഗ്രികൾച്ചർ അല്ലെ. കൃഷിക്ക് മഴവെള്ളത്തെ മാത്രം എപ്പോഴും ഇങ്ങനെ ആശ്രയിച്ചിരിക്കാൻ പറ്റും. കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കൃഷി ചെയ്യുന്നത് എന്താണ്, ചില ചൂട് സമയത്ത് ചെയ്താൽ അത് നന്നായിട്ട് പോകാൻ വെള്ളം എന്ത് ചെയ്യണം, അവർ ഒഴിച്ചു കൊടുക്കണം അല്ലെ. എന്നിട്ട് മഴ പെയ്യുന്ന നോക്കിയിരിക്കാൻ പറ്റുമോ, അതുവരെ വെള്ളം ഒഴിക്കാതിരിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം മഴ വെള്ളത്തെ മാത്രമല്ല ഒരിക്കലും എന്ത് ചെയ്യുന്നത് കൃഷിക്കാര് ആശ്രയിക്കുന്നത്. The people have realized that this fact and turned to other options to irrigate their field അല്ലെ. കൃഷിക്കാർക്ക് നന്നായിട്ട് അറിയാം മഴയെ മാത്രം നോക്കി കൃഷി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, വെള്ളത്തിന് വേണ്ടി കുറെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യും ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്? There are 3 such means of irrigation. പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വെൽ ആൻഡ് ട്യൂബ് വെൽ അല്ലെ. വെൽ കിണറുകളും അതുപോലെ കുഴൽ കിണറുകളും, ട്യൂബ് വെൽ കുഴൽ കിണറുകൾ, അതുപോലെ കനാൽ അല്ലെ. കനാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലെ. കനാലൊക്കെ തുറന്നു വിടുമ്പം നിങ്ങൾ കേട്ടില്ല, മഴയൊക്കെ വരുമ്പോൾ കനാലൊക്കെ തുറന്നു വിടത്തില്ലേ. അപ്പം കനാൽ ആൻഡ് വാട്ടർ ടാങ്ക് അല്ലെ, ജലം സംഭരിച്ചിരിക്കുന്ന ടാങ്ക് അല്ലെ, വാട്ടർ ടാങ്ക്. ഇങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു കൃഷിക്കാര് തന്റെ കൃഷിക്ക് വേണ്ടിയിട്ട് ജലം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വെൽ ആൻഡ് ട്യൂബ് വെൽ. വെൽ മീൻസ് കിണർ, ട്യൂബ് വെൽ എന്ന് വെച്ചാൽ കുഴൽ കിണർ, പിന്നെ കനാൽ അറിയാലോ, പിന്നെ എന്താണ് വാട്ടർ ടാങ്ക്. ഓക്കെ, അത് 3 ഇനി പറയാൻ പോകുന്നത്. അപ്പം ഇതിന്റെ ജസ്റ്റ് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ, വലിയ രീതിയിൽ വലിയ പ്രയാസമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് പറയുന്നത് വെൽ ആൻഡ് ട്യൂബ് വെൽ. വെല്ലും കിണർ, ട്യൂബ് വെല്ല് കുഴൽ കിണർ അറിയാതിരിക്കുമല്ലോ. കിണറൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. കിണർ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി ഇല്ലല്ലോ അല്ലേ. നോക്കിയേ, the well is the most common means of using underground water അല്ലെ. ഭൂഗർഭ ജലം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിന് പെട്ടെന്ന് പറയാൻ പറ്റും കിണറിലൂടെയാണ് അല്ലെ. കാര്യം നമ്മൾ എന്ത് ചെയ്യും, മണ്ണ് കുഴിച്ച് കുറെ ഒരു കുഴി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഭൂമിക്കടിയിൽ നിന്നും വെള്ളം ഉറഞ്ഞ് എന്ത് ചെയ്യും കിണറിൽ വരും അല്ലെ. അപ്പം നമ്മൾ ഭൂഗർഭ ജലം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കിണറുകളിലൂടെയാണ് അല്ലെ, വെൽസിലൂടെയാണ്. We use the wells to draw out water where the water level is not deeper അല്ലെ. അതായത് ഈ കിണറിനകത്തുള്ള ഒരു ആഴം അല്ലെ, ഭയങ്കര വലിയ ആഴം, ഒരു കൊക്കയുടെ അത്രയൊന്നും ആഴമൊന്നും കാണത്തില്ല അല്ലെ. ഒരു നിശ്ചിത അല്ലെങ്കിൽ കുറച്ചൊരു കുഴിയായിരിക്കും അല്ലെ. കുറച്ച് ആഴം മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. നമുക്ക് പണ്ടെന്താണ് കയറൊക്കെ വെച്ച് കപ്പിയൊക്കെ കെട്ടി വെള്ളം പോലെയൊക്കെ എടുക്കുമായിരുന്നു അല്ലെ. പാത്രത്തിലൊക്കെയുള്ള നമുക്ക് എന്താണ് ജലനിരപ്പ് കൂടുതൽ എന്ത് കാണത്തില്ല, ആഴമില്ലാത്ത രീതിയിലായിരിക്കും ഉള്ളത്. അത് ആഴം കുറച്ചേ കാണത്തുള്ളൂ, വലിയ രീതിയിലൊന്നും ആഴമൊന്നും കാണത്തില്ല. ദെൻ അടുത്തത് ട്യൂബ് വെൽ. ട്യൂബ് വെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കുഴൽ കിണർ അല്ലെ. Tube well is bored into the earth to draw out water where the underground water level is at a fair depth അല്ലെ. അതായത് ഈ കുഴൽ കിണർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കിണറിന് അത്രയും വലുതൊന്നും ആയിരിക്കത്തില്ല. ചെറിയൊരു കുഴൽ മാത്രം എന്ത് ചെയ്യും ഇങ്ങനെ, അതായത് ചെറിയൊരു നമ്മൾ കേട്ടില്ലേ കുഴൽ കിണറിനകത്തൊക്കെ നിങ്ങളൊക്കെ വീടുന്നൊക്കെ കേട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു ചെറിയൊരു ട്യൂബ് കണക്ക് എന്താണ് ഭൂമിക്കടിയിലുള്ളത്. കിണറിനേക്കാളും ഭയങ്കര ആഴത്തിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അതായത് ഈ പെട്ടെന്നൊന്നും ഭൂമിക്കടിയിൽ നിന്നും വെള്ളം കിട്ടാത്ത, നമ്മുടെ കിണറ് പോലെ കുഴിക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ചിലപ്പം വെള്ളം കിട്ടണം എന്നില്ല. അപ്പം നല്ല കുഴിയെടുത്ത് എന്താണ് പോകണം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ഈ കുഴൽ കിണറാണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും, ഒരുപാട് ആഴത്തിൽ ഈ ട്യൂബ് മെഷീൻ വെച്ചിട്ടാണ് ഇത് കുഴിക്കുന്നത്. കുഴിച്ച് എന്ത് ചെയ്യും, അതിനടിയിലോട്ട് ഈ ട്യൂബ് ഇട്ടിട്ട് എന്ത് ചെയ്യും, വെള്ളം എടുക്കും. അപ്പൊ അതാണ് ട്യൂബ് വെൽ. അപ്പൊ അതിന്റെ ജലനിരപ്പ് എന്താണ്, കുറച്ച് നല്ല ആഴത്തിലുള്ളതായിരിക്കും, കുറച്ച് നല്ല കുഴിയായിരിക്കും ഈ കുഴൽ കിണറിന്. People extensively make use of wells and tube wells in Haryana, Punjab, Maharashtra and Uttar Pradesh അല്ലെ. പ്രധാനമായിട്ടും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫാമേഴ്സ് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ കിണറുകളിലൂടെയും കുഴൽ കിണറുകളിലൂടെയൊക്കെ എവിടെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, ഹരിയാനയിൽ ഉപയോഗിക്കും, പഞ്ചാബ്, മഹാരാഷ്ട്ര ആൻഡ് ഉത്തർപ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറെക്കുറെ ഈ കിണറുകളും കുഴൽ കിണറുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൃഷിക്കാര് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ജലം ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് ഇനി പറയുന്നത് കനാൽസ്. കനാൽസ് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. The canal is most important source of irrigation in India. നമ്മുടെ ഇന്ത്യയിലെ കൃഷിക്ക് വേണ്ടിയിട്ട്
പ്രധാനമായിട്ടും അതിന് വേണ്ടിയുള്ള ജലസ്രോതസ്സിന് അല്ലെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ കനാൽ എന്ന് പറയുന്നത്. Big channels dug out to divert the river water to distant fields for irrigation purpose are called canals. അല്ലെ അതായത് എന്ത് ചെയ്യും നദികളും അല്ലെ ഒക്കെ എന്ത് ചെയ്യും നദികളിൽ നിന്നൊക്കെ പല പല വഴിയുടെ ചാലൊക്കെ പോലെ വെട്ടി വെട്ടി എന്ത് ചെയ്യും ആ കൈവഴിയൊക്കെ പോലെ എന്ത് ചെയ്യും വെള്ളം ആ നദിയിൽ നിന്ന് അങ്ങോട്ടേക്കോട്ടും വെട്ടി മാറ്റി എന്ന് വിടും. എന്നിട്ട് അതെന്ത് ചെയ്യും ഈ കനാലുകളിലൂടെ ഒഴുക്കി എന്ത് ചെയ്യും ഈ കൃഷിയിടത്തിന്റെ അടുത്തൂടൊക്കെ വിടും. അപ്പൊ എന്ത് ചെയ്യും ആ നദിയിൽ വെള്ളമുള്ളപ്പോൾ അതിൽ നിന്നും വെള്ളം ഈ കനാലിലൂടെ ഒഴുകി ഒഴുകി വരും. അങ്ങനെ ഈ കനാലിലൂടെ ഒഴുകി വരുന്ന വെള്ളം കൃഷിക്കാർ എന്ത് ചെയ്യും അത് പൈപ്പോ മോട്ടറോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും ഈ കൃഷിയിടത്തിലോട്ട് എന്ത് ചെയ്യും പമ്പ് ചെയ്ത് വിടും. അതായത് വലിയ നദി എന്ന് സങ്കല്പിച്ചു വലിയ നദി ആ നദിയിൽ ഇങ്ങനെ നമ്മൾ കൈവഴി പോലെ തോടൊക്കെ പോലെ ഇങ്ങനെ വെട്ടും അല്ലെ വെട്ടിയിട്ട് എന്ത് ചെയ്യും സൈഡിൽ കൂടെ ഈ നദിയിലെ വെള്ളം ഒഴുക്കി വിട്ട് അത് എന്ത് ചെയ്യും ഇങ്ങനെ കനാല് പോലെ ചാല് പോലെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കനാല് പോലെ വെട്ടും അല്ലെ വെട്ടിയിട്ട് അതിനകത്തൂടെ ഈ നദിയിലെ വെള്ളം ഒഴുക്കി വിടും. അപ്പം വെള്ളമില്ലാത്ത ഭാഗത്തോടായിരിക്കും ഈ കനാല് കൂടുതലും അവർ വിടുന്നത്. കാരണം ഈ നദിയിലെ വെള്ളം ആ വഴി പോകുമ്പോൾ അവിടെയുള്ളവർക്ക് വെള്ളം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വിട്ടിട്ട് അത് ഈ കൃഷിക്കാരൻ ചെയ്യും അതിൽ നിന്ന് മോട്ടറൊക്കെ വെച്ച് വലിയ പൈപ്പൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും ഈ കൃഷിയിടത്തിലോട്ട് ഇങ്ങനെ വിടും. അങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നത്. The famous canals of our country are the Indira Gandhi Canal and the Agra Canal. നമ്മളുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് അറിയപ്പെടുന്ന രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് കനാൽസ് ആണ്. ഒന്ന് ഇന്ദിരാഗാന്ധി കനാലും അതുപോലെ ആഗ്ര കനാലും. There is a good network of canals in the states of Andhra Pradesh, Tamil Nadu, Punjab, West Bengal, Haryana, Bihar, etc. പ്രധാനമായിട്ട് ഇത്തരത്തിൽ ഈ കനാലുകൾ കൂടുതലും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ് ഉണ്ട്, തമിഴ്നാട് ഉണ്ട്, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ, ഹരിയാന, ബീഹാർ തുടങ്ങിയ സ്റ്റേറ്റ്സിലാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് വാട്ടർ ടാങ്ക്സ്. വാട്ടർ ടാങ്ക് അറിയാം, നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്ക് ഉണ്ട് അല്ലെ, ചെറിയത് 500 ലിറ്ററിന്റെ ഒക്കെ വാട്ടർ ടാങ്ക് ആണ്. നമ്മുടെ മോട്ടറിൽ നിന്ന് വെള്ളം ഇല്ലേ, കിണറ്റില്ലേ, നമ്മുടെ മോട്ടറിൽ നിന്ന് വെള്ളം വരത്തില്ലയോ, കിണറിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും ടാങ്കിൽ വീഴും അല്ലെ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ പൈപ്പ് ഉറപ്പ് വരത്തില്ലേ, അപ്പൊ അതുപോലത്തെ അത് ചെറുത് ഇതിലും വലുതായിരിക്കും ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്ക്സ്. Water tanks are used in hilly areas and plateau regions by people for irrigation purposes. അതായത് ഈ വാട്ടർ ടാങ്ക്സ് പോലുള്ള ഈ ജലസംഭരണികൾ മലയോര പ്രദേശങ്ങളിൽ അല്ലെ കുന്നുപോലുള്ള മലയോര പ്രദേശങ്ങളിലും പീഠഭൂമികളിലും ഒക്കെയാണ് സാധാരണ ഈ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നത്. കാരണം ഇതുപോലെ നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി, നമ്മുടെ വീട്ടിൽ കിണറിൽ ഇതിൻ്റെ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചുറ്റിടുമ്പോൾ ആ മോട്ടറിൽ കൂടെ വെള്ളം അടിച്ച് കയറി മുകളിലൂടെ വന്ന് പൈപ്പിലൂടെ കയറി മുകളിലായിട്ടായിരിക്കും നമ്മുടെ ടാങ്ക് എവിടെയെങ്കിലും ഒരു മുകളിലായിട്ട് കുറച്ച് ഉയരമുള്ള ഭാഗത്തായിരിക്കും ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടാങ്കിൽ വരും അല്ലയോ. അപ്പം ഇതുപോലെയാണ് ഇവിടെ എന്ത് ഈ കുന്നു പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യും ഇച്ചിരി ഉയരമുള്ള പ്രദേശങ്ങൾ കുന്നു പ്രദേശങ്ങളിൽ കുറച്ച് പൊക്കം നല്ല പൊക്കത്തിലായിരിക്കും. അപ്പം അങ്ങനെ ഈ താഴെയിലെ വെള്ളം എന്ത് ചെയ്യും മുകളിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ കുന്നു പ്രദേശങ്ങൾ നിങ്ങൾ സങ്കല്പിച്ച കുന്നെന്ന് പറയുമ്പോൾ മുകളിലല്ലേ. അപ്പം അതുപോലെ ഈ കുന്നു പ്രദേശങ്ങളിലും പീഠഭൂമികളിലൊക്കെ എന്ത് ചെയ്യും ജലസേചനത്തിന് വേണ്ടിയിട്ട് ഈ ജലം സംഭരിച്ച് വെക്കുന്നത് ഈ വാട്ടർ ടാങ്ക്സിലാണ്. These are one of the oldest means of irrigation. പഴയ കാലം മുതൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ജലം സംരക്ഷിച്ച് വെക്കുന്നത് ഈ പറയുന്ന വാട്ടർ ടാങ്ക്സ് പോലുള്ളതായിരുന്നു. വാട്ടർ ടാങ്ക്സ് ആർ യൂസ്ഡ് ബൈ പീപ്പിൾ ഇൻ കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ആവശ്യങ്ങൾക്ക് ഈ വാട്ടർ ടാങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അതുപോലെ തമിഴ്നാടുവിലും ആണ്. ഓക്കെ, ഇത് എളുപ്പമാണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞ അറേഞ്ച്മെന്റ് ഓഫ് വാട്ടേഴ്സ് നമ്മൾ ഈ ഒരു കൃഷി ആവശ്യങ്ങൾക്ക് ഇറിഗേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ജലം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ജലം എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഒന്ന് വെൽസ് ആൻഡ് ട്യൂബ് വെൽസ്, സെക്കൻഡ് കനാൽസ്, തേർഡ് വാട്ടർ ടാങ്ക്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് തൽക്കാലം ഇന്ന് എത്രയും പഠിക്കാം. ബാക്കി കുറച്ച് കാര്യം കൂടി ഉള്ളൂ ഒരു ചാപ്റ്ററിൽ കേട്ടോ. അപ്പം വലിയ ഒരു പാഠമുള്ള പാഠം ഒന്നും അല്ല. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയേ. റൈറ്റ് ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. ദെൻ വി കനോട്ട് യൂസ് സീ വാട്ടർ ഫോർ ഡ്രിങ്കിങ് ബൈ അല്ലേ. നമുക്ക് കടലിലെ വെള്ളം ഉപ്പരസമായതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അത് പിന്നെ വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മീൻസ് ഓഫ് ഇറിഗേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. എന്താണ് വാട്ടർ ടാങ്ക് ആണ് നമ്മളുടെ ഈ എന്താ ഓൾഡസ്റ്റ്
മീൻസ് ഓഫ് ഇറിഗേഷൻ. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മീൻസ് ഓഫ് ഇറിഗേഷൻ നമ്മൾ പറഞ്ഞു വാട്ടർ ടാങ്ക്. അതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ദ ഓൾഡസ്റ്റ് മീൻസ് ഓഫ് ഇറിഗേഷൻ? വാട്ടർ ടാങ്ക്. ഇൻ വിച്ച് സ്റ്റേറ്റ്സ് ഡു ദ പീപ്പിൾസ് യൂസ്? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആളുകൾ ഈ പറയുന്ന വാട്ടർ ടാങ്ക്സ് ഉപയോഗിക്കുന്നത്? എവിടെയൊക്കെയാണ്? കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട്. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഈ 3 ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഈ പഠിപ്പിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് 3 ടീച്ചർ ഈ വീഡിയോയുടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പുതിയ ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതിയെടുത്ത് ആ നോട്ട്സ് അങ്ങ് എഴുതിയെടുത്തേക്കുക കേട്ടോ. എഴുതിയെടുത്താൽ മാത്രം പോരാ, അത് എഴുതി പഠിക്കണം. എഴുതി പഠിച്ച് അതും എനിക്ക് സെൻഡ് ചെയ്ത് തരണം. പിന്നെ കാണാതെ പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെ ഡൗട്ട്സ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തവർക്ക് ഡൗട്ട് ഒന്നും വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിനകത്ത് എന്തെങ്കിലും വേർഡ്സ് വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, then താങ്ക് യു. Good morning all of you. Good morning. How are you? Hope all you are fine. Okay, നമ്മൾ ഹിന്ദിയുടെ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ 8 തിരംഗ ചണ്ഡ എന്നൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഡിസംബർ 24. അപ്പോൾ കഴിഞ്ഞ നമ്മൾ മുന്നേയുള്ള എക്സാമിന് മുന്നേയുള്ള ക്ലാസ്സിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇനി അടുത്ത ചാപ്റ്ററാണ് 8th ചാപ്റ്റർ തിരംഗ ചണ്ഡ. ഓക്കെ, പ്ലീസ് ഫസ്റ്റ് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. हर देश का अपना झंडा होता है, वह राष्ट्र का प्रतीक है. तिरंगा झंडा हमारे देश के गौरव का प्रतीक है. इस झंडा के 3 रंग होता है. वे है केसरिया, सफेद और हरा. झंडा के बीच में एक चक्र है जिसे धर्म चक्र कहते हैं. इस अशोक चक्र भी कहा जाता है. केसरिया रंग त्याग का प्रतीक है. सफेद रंग शांति का प्रतीक है. हरा रंग हरियाली और खुशहाली का प्रतीक है. धर्म चक्र में 24 तीलियां होते हैं. ये प्रगति के सूचक है. तिरंगा झंडा सत्य, अहिंसा, धर्म और न्याय का प्रतीक है. यह अनेक महापुरुषों के त्याग का प्रतीक है. हम सबको इसका सम्मान करना चाहिए. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ തിരംഗ ചണ്ട. അപ്പോൾ ഈ പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ? നിങ്ങളൊരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമ്മൾ അതിൽ കാണുന്നത്? യെസ്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് അല്ലേ? പതാകയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് ത്രിവർണ പതാകയെ കുറിച്ചുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? തിരംഗ ചണ്ട. തിരംഗ മീൻസ് ത്രിവർണ. ത്രിവർണ തിരംഗ. ത്രിവർണ പതാക. झंडा മീൻസ് ഫ്ലാഗ്. झंडा ഫ്ലാഗ്, FLAG ഫ്ലാഗ്. കണ്ടോ? झंडा ഫ്ലാഗ്. ഓക്കെ, മനസ്സിലായോ? പതാക തിരംഗ झंडा ത്രിവർണ പതാക. അപ്പൊ ത്രിവർണ പതാകയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ. ഹർ ദേശ് കാ അപ്നാ झंडा होता है. എന്താണ്? നമ്മുടെ ദേശത്തിന് അല്ലെ? എന്നാൽ നമ്മുടെ ഓരോ ദേശങ്ങൾക്കും എന്തുണ്ടാവും? അതിൻ്റെതായ ഒരു പതാക ഉണ്ടാകും. ദേശ് മീൻസ് എന്താണ്? കൺട്രി. ദേശ് കൺട്രി, COUNTRY കൺട്രി, ദേശം, നമ്മുടെ രാജ്യം അല്ലേ? എന്താണ്? ഓരോ രാജ്യത്തിനും അല്ലെ? നമ്മുടെ ഇന്ത്യക്ക് ഒരു പതാകയുണ്ട്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ, ചൈന, അതുപോലെ പിന്നെ ബാക്കിയുള്ള കൺട്രീസ്, റഷ്യ, UAE അങ്ങനെയൊക്കെയുള്ള പല കൺട്രീസിനും എന്തുണ്ട്? ഓരോ പതാക വീതം ഉണ്ട് അല്ലെ? എല്ലായിടത്തും ഓരോ പതാകയാണോ? അല്ല, ഓരോ പതാക ഓരോ രാഷ്ട്രത്തിനും ഉണ്ട്. വഹ ദേശ് കാ അപ്നാ झंडा होता है. വഹ രാഷ്ട്ര കാ പ്രതീക് ഹെ. അതെന്താണ്? രാഷ്ട്രത്തിന്റെ പ്രതീക. രാഷ്ട്ര മീൻസ് എന്താ? രാഷ്ട്ര, നേഷൻ. നേഷൻ NATION രാഷ്ട്ര, ദേശം അല്ലെ? എന്താ? രാഷ്ട്രം. രാഷ്ട്രത്തിന്റെ, നമ്മുടെ നാടിന്റെ പ്രതീക. പ്രതീക മീൻസ് സിംബൽ. എന്താണ് സിംബൽ? സിംബൽ എന്ന് വെച്ചാൽ പ്രതീകം, സിംബൽ ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ
നമ്മുടെ ഒളിമ്പിക്സ് അല്ലെ, ഇന്ത്യയുടെ ഒളിമ്പിക്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പതാകയാണ് അവർ പിടിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ പതാക കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം അത് ഇന്ത്യയുടെ പതാകയാണ് അല്ലെ, ദേശീയ പതാകയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയുടെ പ്രതീകമാണ് നമ്മുടെ ഈ പതാക എന്ന് പറയുന്നത്. ഓക്കെ, ഹർ ദേശ് കാ അപ്നാ झंडा होता है. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് എന്താണ്, അതിൻ്റെ ഒരു പതാകയുണ്ട്. വഹ രാഷ്ട്ര കാ പ്രതീക് है, അത് രാഷ്ട്രത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതീകമാണ്. तिरंगा झंडा हमारे देश के गौरव का प्रतीक है. तिरंगा झंडा त्रिवर्ण पताക എന്താ, ഹമാരെ ദേശ് കെ ഗൗരവ് കാ പ്രതീക് ഹെ. ഗൗരവ് മീൻസ് എന്താണ്, അഭിമാനത്തിന്റെ അല്ലെ, നമ്മുടെ ഗൗരവത്തിന് നമ്മുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഈ ത്രിവർണ പതാക. തിരങ്ക झंडा हमारे देश के गौरव का प्रतीक है. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഈ പതാക എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഒളിമ്പിക്സ് ഗെയിംസ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെ, രാജ്യാന്തര ഒളിമ്പിക്സ് ഗെയിംസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ്, നമുക്ക് അഭിമാനമാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരാള് നമ്മുടെ ഒളിമ്പിക്സിനൊക്കെ പങ്കെടുത്ത് ജയിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു അഭിമാനമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ്, നമ്മുടെ ലോകസുന്ദരി അല്ലെ, ലോകസുന്ദരി പട്ടം നേടി. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾക്കാണ് നമുക്ക് ആ ഒരു റെക്കോർഡ് കിട്ടിയത് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ പതാക അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ പതാകയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒളിമ്പിക്സിന് നമ്മുടെ ഇന്ത്യയുടെ പതാക നമുക്ക് അവിടെ മാർച്ച് നടക്കുമ്പോൾ അല്ലെ, പരേഡ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പതാക നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇസ് झंडे के 3 रंग होते हैं. നമ്മൾ ഈ പതാക നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു, 3 കളറാണ് അല്ലെ. പതാകയ്ക്ക് എന്താണ്, നമ്മുടെ പതാക നമ്മുടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ത്രിവർണ പതാക നിങ്ങൾ നോക്കുക, നമ്മുടെ ദേശീയ പതാക നിങ്ങൾ നോക്കുക, എത്ര കളറാണുള്ളത്, 3 അല്ലെ. 3 കളേഴ്സ് ആണുള്ളത്, 3 കളേഴ്സ് ആണ് നമ്മുടെ ഈ പതാകയ്ക്കുള്ളത് അല്ലെ. ഈ झंडे 3 रंग होते हैं. ഈ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, കേസരിയ. കേസരിയ മീൻസ് എന്താണ്, കേസരിയ സഫ്രോൺ. സഫ്രോൺ മീൻസ് കുങ്കുമ അല്ലെങ്കിൽ കാവി, കുങ്കുമ നിറം. പിന്നെ സഫേദ്, പിന്നെ എന്താ സഫേദ്, അടുത്ത കളറ് സഫേദ് മീൻസ് വൈറ്റ്, സഫേദ് വൈറ്റ്. പിന്നെ ഓർ ഹര. ഹര എന്താണ്, ഹര ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഹര ഗ്രീൻ. ഗ്രീൻ, ഹര ഗ്രീൻ കളർ, ഗ്രീൻ. അപ്പോൾ ഏതൊക്കെ നിറമാണ്, കേസരിയ, സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ അല്ലെ. ഓർഡറിലാണ്, മുകളിൽ കുങ്കുമ നിറം, നടുക്ക് എന്താണ് വെള്ള നിറം, താഴെ പച്ച നിറം. ഓക്കെ, കുങ്കുമ, സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ. അങ്ങനെ 3 കളേഴ്സ് ആണ് നമ്മുടെ പതാകയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹരാ ദേശ് കാ അപ്നാ झंडा होते. നമ്മുടെ രാജ്യത്തിന് എന്തുണ്ട്, നമുക്കൊരു പതാക ഉണ്ട്, ഒരു ദേശീയ പതാക. അതിൻ്റെതായ നമ്മുടെ രാജ്യത്തിന് നമ്മളൊരു ദേശീയ പതാകയുണ്ട്. വഹ രാഷ്ട്ര കാ പ്രതീക് ഹെ. അത് രാഷ്ട്രത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ രാഷ്ട്രം എന്ന് കാണിക്കും, നമ്മുടെ ഇന്ത്യ എന്ന് കാണിക്കാനുള്ള ഒരു പ്രതീകമാണ് നമ്മുടെ ഈ ദേശീയ പതാക. തിരങ്ക झंडा हमारे देश के गौरव का प्रतीक है. ഈ ത്രിവർണ പതാക നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. इस झंडे के 3 रंग होते हैं. ഈ പതാകയ്ക്ക് 3 നിറങ്ങളുണ്ട്. വേ ഹെ കേസരിയ, സഫേദ് ഓർ ഹര. എത്ര നിറമാണുള്ളത്, 3 നിറമാണുള്ളത്. അവയെന്ന് പറയുന്നത് കുങ്കുമ നിറം, വെള്ള നിറം, പിന്നെ പച്ച നിറം. അങ്ങനെ 3 നിറമാണുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയേ. झंडे के बीच में एक चक्र है जिस धर्म चक्र कहते हैं. അപ്പോൾ എന്താണ്, ധർമ്മചക്രം എന്ന് വിളിക്കുന്ന ഒരു ചക്രം നമ്മുടെ ഈ പതാകയുടെ മധ്യഭാഗത്തായി കാണപ്പെടുന്നു അല്ലെ. നിങ്ങൾ നോക്കി, വൈറ്റ് കളറിന്റെ വൈറ്റ് കളർ എന്ന് പറയുമ്പോൾ സെന്റർ ആണ് അല്ലെ. അപ്പൊ സെന്ററിന്റെ ആ ഒരു സെന്റർ പോർഷനായിട്ട് മധ്യഭാഗത്തായിട്ട് ധർമ്മചക്രം എന്നറിയപ്പെടുന്ന ഒരു ചക്രമുണ്ട്, ധർമ്മചക്രം. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ്
धर्म चक्र चंड के बीच में एक चक्र है जिसे धर्म चक्र कहते हैं. ധർമ്മചക്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചക്രം പതാകയുടെ മധ്യഭാഗത്തുണ്ട്. ഇസേ അശോക് ചക്ര ബി കഹാ ജാതാ ഹൈ. അതിനെ എന്ത് പേരിൽ വിളിക്കുന്നുണ്ട്? അശോക ചക്രം അല്ലെ. നമ്മൾ പറയുന്നത് എന്താ? അശോക ചക്രം എന്നാണ് അല്ലെ. ത്രിവർണ പതാക നടുക്ക് അശോക ചക്രം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന് അശോക ചക്രവർത്തി അല്ലെ. നമ്മുടെ അശോക ചക്രവർത്തിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അശോക ചക്രം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ഇസ് അശോക ചക്ര ബി കഹാ ജാതാ ഹൈ. അശോക ചക്രം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. കേസരിയ രംഗ് ത്യാഗ കാ പ്രതീക് ഹൈ. അപ്പോ ഓരോ നിറത്തിന്റെയും പ്രത്യേകതയാണ് പറയുന്നത്. കേസരിയ രംഗ് ത്യാഗ കാ പ്രതീക് ഹൈ. കുങ്കുമ നിറം കേസരിയ നമ്മൾ പറഞ്ഞു സാഫ്രോൺ അല്ലെ. സാഫ്രോൺ കളർ എന്തിന്റെ പ്രതീകമാണ്? ത്യാഗത്തിന്റെ. മീൻസ് ത്യാഗം അല്ലെ. സാക്രിഫൈസ്. അപ്പൊ ത്യാഗത്തിന്റെ പ്രതീകമാണ് എന്ത് നിറം? വൈറ്റ് കളർ. സഫ്രോൺ കളർ. കുങ്കുമ നിറം ത്യാഗത്തിന്റെ പ്രതീകമാണ്. സഫേദ് രംഗ് ശാന്തി കാ പ്രതീക് ഹൈ. സഫേദ് വെള്ള. സഫേദ് മീൻസ് വൈറ്റ് കളർ. വൈറ്റ് എന്തിന്റെ പ്രതീകമാണ്? ശാന്തി മീൻസ് എന്താ? പീസ് സമാധാനം. പീസ് സമാധാനത്തിന്റെ എന്താണ് നിറമാണ് വൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ വൈറ്റ് എന്ന് പറയുമ്പോൾ സമാധാനം അല്ലെ. യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വൈറ്റ് പൊക്കി കാണിക്കും അല്ലെ. വൈറ്റ് കൊടി നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ എന്താണ്? സമാധാനം എന്നാണ് വൈറ്റിന്റെ അർത്ഥം. നമ്മൾ പറയുന്നുണ്ട് ഒരു വേർഡ്, സമാധാനത്തിന്റെ പ്രാവുകൾ അല്ലെ. വൈറ്റ് പ്രാവിനെയാണ് നമ്മൾ പറത്തി വിടുന്നത് അല്ലെ. സമാധാനം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വൈറ്റ് കളർ എന്തിന്റെ പ്രതീകമാണ്? പീസ്, ശാന്തിയുടെ നിറമാണ്. അടുത്തത് ഹര മീൻസ് എന്നാ? ഗ്രീൻ കളർ. ग्रीन रंग हरियाली और खुशहाली का प्रतीक है. അപ്പോൾ ഗ്രീൻ കളർ നമ്മുടെ ഗ്രീൻ കളർ എന്തിന്റെ പ്രതീകമാണ്? ഹര രംഗ് ഹരിയാലി ഓർ ഖുശാലി കാ പ്രതീക് ഹൈ. പച്ചപ്പിന്റെയും ഹരിയാലി പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ ഈ താഴെ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ പച്ചപ്പ് നിറഞ്ഞാണ് അല്ലെ. അപ്പൊ പച്ചപ്പിന്റെയും ഓർ ഖുശാലി മീൻസ് സമൃദ്ധി. പച്ചപ്പിന്റെയും സമൃദ്ധിയുടെയും നിറമാണ് ഗ്രീൻ എന്ന് പറയുന്നത്. സമൃദ്ധി മീൻസ് എന്താണ്? നമ്മൾ എല്ലാം അല്ലെ, ഒത്തിരി കാര്യങ്ങൾ സമൃദ്ധി നമുക്ക് സമൃദ്ധമായി കിട്ടുന്നു അല്ലെ, അങ്ങനെയുള്ള കാര്യം. സമൃദ്ധിയുടെയും പച്ചപ്പിന്റെയും പ്രതീകമാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊടി അല്ലെ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ പറയല്ലേ മുകളില് കുങ്കുമ നിറം അല്ലെ. നമ്മൾ സന്ധ്യാസമയത്ത് നമ്മുടെ ആകാശത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കുങ്കുമ നിറമാണ് കാണുന്നത് അല്ലെ. അപ്പൊ ആകാശം മുകളിൽ സമാധാനം അല്ലെ. ആകാശത്തിന്റെ കുങ്കുമ നിറം. പിന്നെന്താണ്? നടുക്ക് വൈറ്റ് അല്ലെ, വൈറ്റ് കളറാണ് വൈറ്റ്. പിന്നെ താഴെ എന്ന് പറയുമ്പോൾ പച്ചപ്പാണ് അല്ലെ. താഴെ നമ്മൾ നോക്കുക പുല്ലൊക്കെയാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ആകാശത്തിന്റെ കുങ്കുമ നിറം, താഴെ പച്ചപ്പ്, നടുക്ക് വെള്ള. അപ്പൊ നമ്മൾ മറക്കത്തില്ല അല്ലെ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരുന്ന ആ ഒരു നിറത്തിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സഫ്രോൺ നിറമാണ്. സഫ്രോൺ എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ പ്രതീകമാണ്. അടുത്തത് വൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പീസ്, ശാന്തിയുടെ പ്രതീകമാണ്. പിന്നെ എന്താണ്? ഹര മീൻസ് എന്താണ്? ഗ്രീൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ പച്ചപ്പിന്റെയും സമൃദ്ധിയുടെയും നിറമാണ്. അത്രയും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താ? ചണ്ഡേ കെ ബീച്ച് മേ ഏക് ചക്ര ഹേ ജിസേ ധർമ്മചക്ര കഹത്താ ഹേ. ധർമ്മചക്രം എന്നറിയപ്പെടുന്ന ഒരു ചക്രം പതാകയുടെ മധ്യഭാഗത്തായി കാണപ്പെടുന്നു. ഇസേ അശോക ചക്ര ഭി കഹാ ജാതാ ഹേ. ഇതിനെ അശോക ചക്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കേസരിയ രംഗ് ത്യാഗ കാ പ്രതീക് ഹേ. കുങ്കുമ നിറം ത്യാഗത്തിന്റെ പ്രതീകമാണ്. സഫേദ് രംഗ് ശാന്തി കാ പ്രതീക് ഹേ. സഫേദ് എന്ന് പറഞ്ഞ നമ്മുടെ വൈറ്റ് കളർ ശാന്തിയുടെ, പീസ്, സമാധാനത്തിന്റെ നിറമാണ്. അടുത്തത് പച്ച നിറം. ഹര രംഗ് ഹരിയാലി ഓർ ഖുശാലി കാ പ്രതീക് ഹേ.
സമൃദ്ധിയുടെയും പച്ചപ്പിന്റെയും നിറമാണ് ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പൊ പതാകയുടെ നിറത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കി. ധർമ്മചക്ര में 24 तिलियाम होते हैं. ധർമ്മചക്രത്തിന് എന്താ? നമ്മുടെ അശോക ചക്രം ധർമ്മചക്രത്തിന് എത്ര കാലുകളുണ്ട്? 24 കാല് അല്ലെങ്കിൽ അഴികളാണ് ഉള്ളത് അല്ലെ. 24 കാലുകൾ അല്ലെങ്കിൽ അഴികളാണ് ഉള്ളത്. 24 तिलियाम होते हैं. 24 അഴികളാണുള്ളത്. നമ്മുടെ അശോക ചക്രം നിങ്ങൾ നോക്കുക, എത്ര ആ ഒരു അഴികളാണ് ഉള്ളത് എന്ന് നിങ്ങൾ എണ്ണി നോക്കാം. 24 ആണ്. 24 അഴികളാണ് അശോക ചക്രത്തിന് അല്ലെങ്കിൽ ധർമ്മചക്രത്തിന് ഉള്ളത്. ये प्रगति का सूचक है. എന്താണ് ഏ പ്രഗതി? പ്രഗതി മീൻസ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഡെവലപ്മെന്റ്. പ്രഗതി ഡെവലപ്മെന്റ് അല്ലെ, ഡെവലപ്മെന്റ് ഉയർച്ച അല്ലെ, ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് പുരോഗതിയുടെ അല്ലെങ്കിൽ ഉയർച്ചയുടെ പ്രതീകമാണ് ഈ 24 അശോക ആ ഒരു ചക്രം. ആ ചക്രം അല്ലെങ്കിൽ 24 അഴികൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ പുരോഗതിയുടെ എന്താണ് പ്രതീകമാണ്. അപ്പോൾ വൈറ്റ് എന്ന് പറയുന്ന സഫ്രോൺ കളർ കുങ്കുമ നിറം എന്ന് പറയുന്നത് എന്താണ്? ത്യാഗത്തിന്റെ പ്രതീകമാണ്. പിന്നെ വൈറ്റ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പ്രതീകമാണ്. പച്ച കളർ എന്ന് പറയുന്നത് പച്ചപ്പിന്റെയും സമൃദ്ധിയുടെയും നിറമാണ്. അശോക ചക്രം അല്ലെങ്കിൽ ധർമ്മചക്രം എന്ന് പറയുന്നത് പുരോഗതിയുടെ ഡെവലപ്മെന്റിന്റെ ആ ഒരു സൂചകമായിട്ടാണ്, പ്രതീകമാണ് അശോക ചക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, അടുത്ത നോക്കി. തിരംഗ झंडा സത്യ അഹിംസ ധർമ്മ और न्याय का प्रतीक है. അപ്പൊ നമ്മുടെ ഈ ത്രിവർണ പതാക എന്തിനൊക്കെ പ്രതീകമാണ് നമ്മൾ പറയുന്നത്? സത്യത്തിന്റെ പ്രതീകമായി പറയുന്നു. പിന്നെ അഹിംസ അല്ലെ, എന്താണ്? അഹിംസയുടെ പ്രതീകമായി. പിന്നെ ധർമ്മത്തിന്റെ പ്രതീകമായി. പിന്നെ നീതിയുടെ പ്രതീകമായിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ ഈ ത്രിവർണ പതാകയെ നമ്മൾ പറയുന്നത്. സത്യത്തിന്റെ, അഹിംസയുടെ, പിന്നെന്താ? ധർമ്മത്തിന്റെ, നീതിയുടെ അല്ലെ. സത്യം, ധർമ്മം, അഹിംസ, നീതി. സത്യം അല്ലെ, സത്യം, അഹിംസ, ധർമ്മം, നീതി. അങ്ങനെ 4 കാര്യങ്ങളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ പറയുന്നത്. സത്യ, അഹിംസ, ധർമ്മ ഓർ ന്യായ. 4 കാര്യങ്ങളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ത്രിവർണ പതാകയെ പറയുന്നത്. സത്യം മാത്രം അല്ലെ, സത്യത്തിന്റെ കൂടെ. പിന്നെ അഹിംസ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആയുധം എടുക്കാതെ നമ്മൾ എല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലെ, എല്ലാം ത്യജിച്ചുകൊണ്ട് അഹിംസ ചെയ്യുക അല്ലെ, എല്ലാം ക്ഷമിച്ചുകൊണ്ട് അഹിംസയായിട്ട് അഹിംസയ്ക്ക് വേണ്ടി ജീവിക്കുക, അഹിംസ. പിന്നെ ധർമ്മം അല്ലെ, ധർമ്മം. പിന്നെ ന്യായം മീൻസ് നീതി അല്ലെ, നീതി. ഇത്രയും കാര്യങ്ങളുടെ പ്രതീകമാണ് നമ്മുടെ ഈ ത്രിവർണ പതാക. പിന്നെ അനേക മഹാപുരുഷോ കി ത്യാഗ് കാ പ്രതീക് ഹൈ. ഇതെന്ന് പറയുന്നത് ഒരുപാട് മഹാന്മാരുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് അല്ലെ. ഒരുപാട് മഹാന്മാരുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ്. ഒത്തിരി മഹാപുരുഷന്മാരുടെ അല്ലെ, നമ്മുടെ ഓരോ മഹാത്മാക്കളുടെയും ത്യാഗത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഈ ത്രിവർണ പതാക എന്ന് പറയുന്നത്. പിന്നെ ഹം സബ്കോ ഇസ്കാ സമ്മാൻ കർനാ ചാഹിയേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ ത്രിവർണ പതാക എന്ത് ചെയ്യണം? ബഹുമാനിക്കണം അല്ലെ. എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ സത്യ, അഹിംസ, ധർമ്മ ഓർ ന്യായ് പറഞ്ഞു. ന്യായന്റെ മീനിങ് ജസ്റ്റിസ് എന്നാണ്. നീതി, ജസ്റ്റിസ്, നീതി. അപ്പൊ അത്രയും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ലാസ്റ്റിലെ പാരഗ്രാഫ് എന്താ? ധർമ്മചക്ര में 24 तिलियाम होते हैं. ധർമ്മചക്രത്തിന് 24 അഴികളാണുള്ളത്. പിന്നെ പ്രഗതിക്ക് സൂചക, ഇത് പുരോഗതിയുടെ സൂചകമാണ്. പിന്നെ തിരംഗ झंडा സത്യ, അഹിംസ, ധർമ്മ ഓർ ന്യായ കാ പ്രതീക് ഹൈ. നമ്മുടെ ത്രിവർണ പതാക സത്യത്തിന്റെയും അഹിംസയുടെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമാണ്. അനേക മഹാപുരുഷോ കെ ത്യാഗ് കാ പ്രതീക് ഹൈ. ഒരുപാട് മഹാന്മാരുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഈ ത്രിവർണ പതാക. ഹം സബ്കോ ഇസ്കാ സമ്മാൻ കർനാ ചാഹിയേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ത്രിവർണ പതാകയെ നമ്മൾ
ബഹുമാനിക്കണം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായ എല്ലാവർക്കും? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ മീനിങ്സ് ഒന്ന് നോക്കുക. ഇത് ഇത്രയും മീനിങ്സ് നിങ്ങൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ബുക്കിൽ എഴുതി 5 times എഴുതി പഠിക്കുക. ഓക്കെ, 5 times എഴുതി പഠിക്കണം. വോയിസും ഇട്ടുതരണം. അപ്പൊ നോക്കി, ചണ്ട ഫ്ലാഗ് കൊടി, ദെൻ അല്ലെങ്കിൽ പതാക, ദേശ് കൺട്രി രാജ്യം, രാഷ്ട്ര നേഷൻ അത് രാജ്യം തന്നെയാണ്, പ്രതീക് സിംബൽ അല്ലെ സിംബൽ, കേസരിയ സഫ്രോൺ, സഫേദ് വൈറ്റ്, ശാന്തി പീസ്, ഹര ഗ്രീൻ, പ്രഗതി ഡെവലപ്മെന്റ്, ന്യായ ജസ്റ്റിസ്. അപ്പം ഇത്രയും നല്ലോണം ബുക്കിൽ എഴുതുക. 5 times കോപ്പി ബുക്കിൽ എഴുതി പഠിക്കുക. അതുപോലെ ഈ ചാപ്റ്റർ വായിച്ച് അതിൻ്റെ വോയിസ് ക്ലിപ്പും ഇട്ട് തരിക. ഓക്കെ, അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക്